ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം നമുക്കിന്ന് ക്രിസ്മസ് ഷോപ്പിംഗ് ചെയ്തിട്ട് വരാം. എൻ്റെ കൂടെ ആഷിയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതേ ബസ് കയറാനൊക്കെ നിൽക്കുവാണ്. ഞാൻ ഓൺ വോയിസ് കൊടുക്കാൻ നോക്കി മൂഞ്ചിയതാണെന്ന് ആദ്യം കണ്ടത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ സ്പെൻഡോ ആർക്കേഡനിലേക്കാണ് പോയത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ മാളിൻ്റെ ഉള്ളിൽ ഇത്രയും തിരക്ക് കാണുന്നത്. ബിക്കോസ് ഞങ്ങളിപ്പോൾ പോയിരിക്കാൻ 23rd ആണ്. 24th ഉച്ച വരെ കടകളൊക്കെ കാണുള്ളൂ. 25ഉം 26 ഇവിടെ പബ്ലിക് ഹോളിഡേ ആണ്. ഒരു ഷോപ്പും തുറക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ നേരെ ന്യൂയോർക്കറിൽ പോയൊരു ഡ്രസ്സ് നോക്കാൻ പോയതാണ്. എന്തെങ്കിലും ക്രിസ്മസ് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഡ്രസ്സ് കിട്ടുമെന്ന് ഞാൻ ഒരെണ്ണം കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് സൈസൊന്നും കിട്ടിയില്ല. ഓഫറിൻ്റെ 1-2 ഡ്രസ്സൊക്കെ നോക്കിയിട്ട് ഞാൻ പിന്നെ ഒന്നും മേടിക്കാണ്ട് അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടോ. അത് കഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പോഴാണ് സൂപ്പർ മാർക്കറ്റിൽ തിരക്ക് കാണുന്നത്. ഭയങ്കര തിരക്കായിരുന്നു, അടുക്കാൻ പറ്റാത്ത തിരക്കായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിൽ മാർക്കറ്റിലൊക്കെ ക്രിസ്മസ് സമയത്തൊക്കെ തിരക്കുണ്ടാവില്ല, അതുപോലെ ഇത് മീറ്റിൻ്റെ ഷോപ്പാണ്. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ DM എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ കയറാനുണ്ടായിരുന്നു. എനിക്കൊരു ഫേസ് വാഷ് വാങ്ങണമായിരുന്നു. സെറ്റാഫലിൻ്റെ നോക്കിയിട്ടാണ് ഞാൻ പോയത്, പക്ഷേ എനിക്കത് കിട്ടിയില്ല. എന്നാലും ഞാൻ കയ്യിൽ കിട്ടിയൊരു നല്ലൊരു ഫേസ് വാഷ് റിവ്യൂ ഒക്കെ നോക്കി ഒന്ന് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഇനി യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം കേട്ടോ. പിന്നെ സ്ഥിരം പരിപാടി ഒന്നും കഴിക്കാണ്ട് പോയതുകൊണ്ടും ഉച്ച സമയമുണ്ട് ഞാനും ആഷും കൂടെ ഒരു ദുറം റോള് മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇവിടുത്തെ ഡോണർ പോലെ നമ്മുടെ ഷവർമ പോലെ തന്നെ ഒരു റോളാണ്. അപ്പോൾ ഒരെണ്ണം നല്ല സൈസ് ഉണ്ടാവും, അത് ഹാഫാക്കി മുറിച്ചിട്ടാണ് നമ്മൾ കഴിക്കണേ. അപ്പോൾ ആഷി ഇതേ ബിൽഡിങ്ങിലാണ് വർക്ക് ചെയ്യണത്, അതുകൊണ്ട് ഇവിടുത്തെ സ്ഥിരം കുറ്റിയാണെന്നാണ് അവളെ പറയണേ. ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതിന് ശേഷം ഞങ്ങൾ ഇനി ഒരു ഇന്ത്യൻ സ്റ്റോറിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. ഷോപ്പിംഗ് എന്ന് പറയുമ്പോഴേക്ക് പിന്നെ നമ്മൾ മെയിനായിട്ട് ഇന്ത്യൻ സ്റ്റോറിൽ പോകുമല്ലോ. അപ്പോൾ അവിടെ ചെന്നു. ഇതും ഇതുപോലെ 2 ദിവസത്തേക്ക് ഇനി അവധിയായിരിക്കും. അപ്പോൾ എനിക്ക് വെളിച്ചെണ്ണ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാഷ്യൂനട്ടും റീസൺസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ അപ്പപ്പൊടി മേടിക്കണോ വേണ്ടെന്ന് ആലോചിക്കുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ തേങ്ങാപ്പാലെടുത്തു, മെയിൻ സാധനം. ഇതൊക്കെയാണ് നമുക്ക് ഇനി സ്റ്റൂ ഉണ്ടാക്കാനൊക്കെ വേണ്ടതല്ലോ. അപ്പോൾ ഇനി 2 ദിവസം കടയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മാക്സിമം ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടാണ് പോയത്. അതിനുശേഷം പിന്നെ തൊട്ടടുത്ത് ബോലു എന്ന് പറഞ്ഞിട്ട് ഷോപ്പുണ്ട്. ഇത് ടർക്കിഷ് ഷോപ്പാണ് കേട്ടോ. ഇവിടെ വന്ന് ഞങ്ങൾ ആദ്യം തന്നെ മുന്തിരി എടുത്തത് വൈനിടാനായിട്ട്. പിന്നെ മുന്തിരി എടുത്തു, ഗാർലിക് എടുത്തു, ജിഞ്ചർ എടുത്തു. അതിന് ശേഷം പിന്നെ നമുക്ക് നല്ല കുറച്ച് തൈര് മേടിക്കാനുണ്ടായിരുന്നു മോര് കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ തൈര് നോക്കി അവിടെ ചെന്ന് കുറച്ചിടം നോക്കി ഫാറ്റ് ഉള്ളത് വേണോ, ഫാറ്റ് കൂടിയത് വേണോ, കുറഞ്ഞ വേണോ എന്നൊക്കെ ആലോചിച്ച് ഒരു തൈര് മേടിച്ച് അങ്ങ് എടുത്തു. പിന്നെ മീറ്റ് സെക്ഷൻ, ഓഫ് കോഴ്സ് ക്രിസ്മസ് ആണ്, നമ്മൾ മീറ്റ് ആയിരിക്കുമല്ലോ ഫുൾ ഉണ്ടാവുക. അപ്പോൾ അക്ക ബീഫ് മേടിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചിക്കൻ മേടിക്കാനായിട്ട് പോയി. അപ്പോൾ ഇത് ഞാൻ ടർക്കി കോഴിയാൻ തോന്നുന്നു കണ്ടിട്ട്. നമുക്കെന്തായാലും ചിക്കൻ മതി. ഒരു ഫുൾ ചിക്കൻ മേടിച്ചു. അവരോട് ടാങ്കിയൊക്കെ പറഞ്ഞ് ഞാൻ പോന്നു. അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് ബസ് കയറാൻ വേണ്ടി പോവാണ്. ഇതൊന്നും അല്ല കേട്ടോ, ബാഗ് നിറച്ച സാധനങ്ങളാണ്. ആഷിയുടെ ബാഗ് നിറച്ച സാധനങ്ങളാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് പ്ലം കേക്ക് കിട്ടി. ആദ്യമായിട്ടാണ് ജർമ്മനിയിൽ ഞാൻ പ്ലം കേക്ക് മേടിക്കുന്നത്. എന്തായാലും അത് ക്രിസ്മസിന് മുറിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും നല്ല മഴയായി. പിന്നെ ആഷിയുടെ കൂടെ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് സിയാനയിലും കൂടെ ഒന്ന് കയറണമായിരുന്നു. അവിടെയും പോയൊരു ഡ്രസ്സ് നോക്കി. ആ ഡ്രസ്സ് ഞാനിപ്പോൾ കാണിച്ച ഡ്രസ്സ് നല്ലതായിരുന്നു, പക്ഷേ എനിക്ക് ഫിറ്റിംഗ് അത്ര കറക്റ്റ് ആവാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഞാൻ ഡ്രസ്സ് മാറാൻ പോയപ്പോൾ ആഷിയുടെ ഷോ. അത് കഴിഞ്ഞ് എനിക്ക് ഇങ്ങനത്തെ ഒരു ടോപ്പ് കിട്ടി. ഇത് ക്രിസ്മസ് സമയത്ത് മാത്രമേ ഇടാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാനിത് എടുത്തില്ല. ഇതേപോലെ തന്നെ എൻ്റെ അടുത്ത് ഒന്നുണ്ട്. അങ്ങനെ ഡ്രസ്സൊന്നും കിട്ടാതെ തിരിഞ്ഞ് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. അത്യാവശ്യം നല്ലപോലെ കാശും പൊട്ടി, ഞങ്ങൾക്ക് വയ്യാണ്ടുമായി, തളർന്നു കുത്തി വീട്ടിലേക്ക് എത്തി. ഇനി പോയിട്ട് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണം, പ്രിപ്പറേഷൻ ചെയ്യണം. അപ്പോൾ അത്രയുള്ള ഗൈസ്, ബൈ ബൈ. അടുത്ത വീഡിയോയിലേക്ക് കാണാം. ടാറ്റാ.